ആക്ച്വലി പറയാൻ പോണ കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ. സ്കൂൾ തൊട്ട് തിയേറ്റർ വരെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടോന്ന് അറിയില്ല. എന്റെ ജനറേഷൻ ഇത് ഉപയോഗിക്കേണ്ടതൊക്കെ കുറച്ചു. അതിന് പകരം പുതിയതായി എന്തൊക്കെയൊക്കെയോ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കണു. മെത്ത്, എക്സ്റ്റസി, മറിജുവാന, ഹെറോയിൻ, THC, ക്രിസ്റ്റൽ, മെത്താഫിറ്റമിന്റെ ചെല്ലപ്പേരെത്ര. ബട്ട് നമ്മൾ ആ ലെവലൊന്നും പോലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ഡ്രഗിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. ദ ബർത്ത് ഓഫ് കൊക്കൈൻ. കൊക്കൈൻ എന്നത് കഞ്ചാവ് പോലെ തന്നെ ഒരു ചെടിയാണ്. സത്യമായിട്ട് അമേരിക്കയുടെ മലപ്രദേശങ്ങളിൽ ഇത് കൂടുതലായി കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ജീവിച്ചിരുന്ന ആദിവാസികൾ കൊക്കോ എന്നൊരു ചെടിയിൽ നിന്ന് ചില ഇലകളൊക്കെ വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഉപയോഗം എന്താ ചോദിച്ചാൽ, ഇവർ പണിയെടുക്കുന്നതിന്റെ ഇടയിൽ ജോലി ഭാരം അറിയാതിരിക്കാനും ഈ വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാനും ഈ സാധനം സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഈ ഇലയിൽ കൊക്കൈൻ എന്നൊരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ടായിരുന്നു. 1/2 ലിറ്റർ പാലില് 1 ലിറ്റർ വെള്ളം കലർത്തി എങ്ങനെ വിൽക്കാമെന്ന് നമ്മൾ ആലോചിക്കുള്ളൂ. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ ഒരു സംഭവം കിട്ടി വെറുതെ ഇരിക്കുമോ? 1860 ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് നീമാൻ കൊക്കോ ഇലയിൽ നിന്ന് കൊക്കൈൻ വേർതിരിച്ചെടുത്തു. ആദ്യമൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു മെഡിസിൻ ആയിട്ടാണ്. അന്നത്തെ ഡോക്ടർ അടക്കം ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ രോഗികൾക്ക് വേദനിക്കാതിരിക്കാൻ ഈ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ, അതായത് ഈ മരുന്ന് ചീട്ടില്ലാതെ തന്നെ അമേരിക്കത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ പ്യുവർ ഫോം ഓഫ് കൊക്കൈൻ അന്ന് ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ പോലും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്ര എന്തിന് നമ്മളിപ്പോ കുടിക്കണം കൊക്കക്കോള. ഇത് തുടക്കകാലങ്ങളിൽ കൊക്കൈൻ്റെ അംശം ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സിഗ്മണ്ട് ഫ്രൈഡ് എന്നൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ചോദിച്ചത്, കൊക്കൈൻ ഒരു നല്ല പദാർത്ഥമാണ്, ഇത് മെഡിക്കലായി നല്ല യൂസുകൾ ഉണ്ടായിരുന്നു എന്നീ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചൊരു വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. എന്തെന്ന് വെച്ചാൽ അന്ന് മരുന്നുകളിലടക്കം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം തന്റെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിലല്ല അന്ന് സിഗ്മണ്ട് ഫ്രൈഡിനോട് തന്റെ സുഹൃത്ത് പെരുമാറിയത്. കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ തന്റെ ഫ്രണ്ട് കഴിച്ചിരുന്ന മരുന്നുകളിലെല്ലാം കൊക്കൈൻ്റെ അംശം ഉണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് പ്യുവർ ഫോമിലുള്ള കൊക്കൈനുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി സിഗ്മണ്ട് ഫ്രൈഡ് ഉന്നയിച്ചിരുന്ന കൊക്കൈൻ്റെ നല്ല വശങ്ങളായ ആശയങ്ങളിൽ നിന്നും സിഗ്മണ്ട് ഫ്രൈഡ് പിന്നോട്ട് വന്നു. ഇത് വലിയൊരു ഇമ്പാക്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. പല ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കി. അവസാനം പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തു. ഇത് ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് വെളി വരാൻ പറ്റില്ല. അത്രത്തോളം അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഗവൺമെന്റ് ഇത് നിർത്തലാക്കിയെങ്കിലും അതിനുള്ളിൽ തന്നെ ഇതിന്റെ ഫോർമുല എല്ലാവിടെയും പരന്നിട്ടുണ്ടായിരുന്നു. നല്ലത് ചെയ്യാൻ തന്നെ നമ്മളൊക്കെ ആലോചിക്കും. തെറ്റായ ഒരു കാര്യത്തിന് ചിന്തിച്ചു പോലും നമ്മൾ നോക്കില്ല. ഗോൾഡിന് എന്തുകൊണ്ട് ഇത്ര മാർക്കറ്റ് പ്രൈസ് എന്നറിയോ? അത് കുറച്ച് മാത്രമുള്ള ലോകമാണ്, പക്ഷെ ആവശ്യക്കാർ വളരെ കൂടുതലാണ്. ആവശ്യക്കാർ കൂടിയാ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് കൂടും. ഗവൺമെന്റ് ഇത് നിർത്തലാക്കിയതോടുകൂടി ഈ സാധനം കിട്ടുന്നത് വളരെയധികം കുറഞ്ഞു. മാർക്കറ്റ് പ്രൈസ് എവിടെയോ എത്തി. പ്രൊഡക്ഷൻ കൂടി, ഡിസ്ട്രിബ്യൂഷൻ കൂടി, പിന്നെ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ആരോഗ്യ പ്രശ്നം അതിലേറെ കൂടാൻ തുടങ്ങി. ഇതുവരെ ഉപയോഗിക്കാത്തവര് അറിയാതെ പോലും ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവര് വേറെ വഴിയില്ല, അനുഭവിക്കുക. അങ്ങനെയല്ലാട്ടാ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മളിപ്പോഴും ഒരു ഡേഞ്ചറായ സൊസൈറ്റി നോക്കി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഭയങ്കരമായ ടെൻഷനാവും. ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം, അപ്പൊ തന്നെ എനിക്ക് ശരിയാവുള്ളൂ. ഇറ്റ്സ് യുവർ ഏകാഗി സൈനിങ് ഓഫ്.